ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി വരികയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് കുഞ്ഞിക്കണ്ണനാക്കി ഒരുക്കണം എന്ന് വിചാരിച്ചിട്ട് അതിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ജയന്തി എന്താന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ. ശ്രീകൃഷ്ണ ജയന്തി എന്നുള്ളത് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി എന്നും പലരും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ഭഗവാൻ വിഷ്ണുവിന്റെ 10 അവതാരങ്ങളിലെ 9ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജന്മദിനമായിട്ടാണ് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത്. ചിങ്ങമാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി ദിനത്തിൽ രോഹിണി നക്ഷത്രത്തിൽ വരുന്ന ദിവസമാണ് ഇത് നമ്മൾ ആഘോഷിക്കുന്നത്. ഇതിനെ അഷ്ടമി രോഹിണി, ഗോകുലാഷ്ടമി, ശ്രീകൃഷ്ണ ജയന്തി എന്നും അറിയപ്പെടുന്നു. അർദ്ധരാത്രി ശ്രീകൃഷ്ണൻ ജനിച്ചു എന്നതാണ് ഇതിന്റെ വിശ്വാസം. ഇനി ഇതിന് മറ്റൊരു ഐതിഹ്യം കൂടി ഉണ്ട് കേട്ടോ. ധർമ്മം സംരക്ഷിക്കുന്നതിനായി മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതരിച്ച ദിവസമാണ് ജന്മാഷ്ടമി എന്നാണ് ഇതിന്റെ മറ്റൊരു ഐതിഹ്യം. ഉണ്ണിക്കണ്ണൻ്റെ ജന്മാഷ്ടമി നാളിൽ നമ്മുടെ പരിസരത്തുള്ള ക്ഷേത്രങ്ങളിൽ കുഞ്ഞിക്കണ്ണനായിട്ടും കുഞ്ഞു രാധമാരായിട്ടും അങ്ങനെയൊക്കെ വേഷം ധരിച്ചിട്ട് ഘോഷയാത്ര നടക്കാറുണ്ടല്ലേ. അപ്പം ഇക്കൊല്ലത്തെ ഘോഷയാത്രയിൽ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെയും കൂടെ ഒരു കുഞ്ഞു കണ്ണനാക്കി ഒരുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ അതിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനാണ് കേട്ടോ പോയിട്ടുള്ളത്. ഈ വന്ദന ഫാൻസി അറിയാത്ത പട്ടാമ്പിക്കാർ വളരെ ചുരുക്കാവും കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിച്ചത് ആ സാധനം നമുക്ക് അവിടെ നിന്ന് കിട്ടാതെ പോരേണ്ടി വരില്ല. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിന് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇത്രയുള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.